പ്രധാനമന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ബുദ്ധൻ ശാന്തിയുടെ പ്രതീകമാണ് എങ്കിലും ശാന്തിയും സമാധാനവും കരുത്തിലൂടെ മാത്രമേ ആർജിക്കാൻ കഴിയുകയുള്ളൂ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള ഈ പ്രഭാഷണത്തിൽ പുതിയ ഒരു ആഹ്വാനമോ ഏതെങ്കിലും തരത്തിലുള്ളൊരു പുതിയ നീക്കമോ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് 8 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൽ സുപ്രധാനമായ ചില സൂചനകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സുപ്രധാനമായ പ്രത്യക്ഷത്തിലുള്ള ചില തീരുമാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നുണ്ടായിരുന്നെങ്കിലും ആ രീതിയിൽ ഉള്ള ഒരു പ്രഖ്യാപനം അതിൽ വന്നിട്ടില്ല. തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം വേണ്ടതില്ല. രക്തവും വെള്ളവും ഒരേപോലെ ഒഴുകില്ല. അതേപോലെ തന്നെ ഭീകര പ്രവർത്തനം ഒരു ഭാഗത്ത്, ചർച്ച മറുഭാഗത്ത് എന്നുള്ള നിലയ്ക്ക് പറ്റില്ല. ആദ്യം നിങ്ങൾ ഭീകര പ്രവർത്തനം അവസാനിപ്പിക്കുക, അതിനുശേഷം ചർച്ച. അതല്ലാതെ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പാകിസ്ഥാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം മാറ്റിവെച്ചേക്കുക എന്നുള്ള പ്രധാനപ്പെട്ട സൂചനയാണ് ഈ അഭിസംബോധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പായിട്ട് വരുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഭീകരതയ്ക്കെതിരായിട്ടുള്ള എല്ലാ പോരാട്ടത്തിലും, അത് പാകിസ്ഥാനോട് മാത്രമല്ല മറ്റേത് രാഷ്ട്രത്തോടുമാവട്ടെ, അതിൽ ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ ഭീകരതയ്ക്കെതിരായിട്ടുള്ള മുഖമടച്ചുള്ള മറുപടി എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ രാത്രി 8 മണിക്കുള്ള ഈ പ്രത്യക്ഷപ്പെട്ടുള്ള ഈ സംഭാഷണത്തെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ തന്നെ സൈനിക മേധാവികളടക്കമുള്ളവർ, വിദേശകാര്യ മന്ത്രിമാരും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം ഏത് രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കപ്പെട്ടത്, ഏതൊക്കെ രീതിയിലാണ് നീതി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുവോ അത് തന്നെ കുറച്ചുകൂടി വൈകാരികമായ രീതിയിൽ ആധികാരികമായിട്ട് പറയുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. പ്രധാനമന്ത്രി ഇന്ന് രാത്രി 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള വാക്കുകൾ ആരംഭിച്ചത് തന്നെ സൈനികർക്ക് പഹൽഗാം ഭീകരാക്രമണത്തിൽ നമ്മുടെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരരെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ മായ്ച്ചു കളയാൻ ഇടയാക്കിയ സൈനികർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട്, എൻ്റെ വലിയ നമസ്കാരം എന്ന രീതിയിൽ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ അഭിസംബോധന ആരംഭിച്ചത് തന്നെ. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ രാജ്യവും നമ്മുടെ സൈനികർ നമ്മുടെ രാജ്യത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിലാഷത്തിനനുസരിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചുകൊണ്ട് അസാമാന്യമായ വീരത്തോടുകൂടി, പ്രതികാര ബുദ്ധിയേക്കാൾ ഉപരി വീരത്തോടുകൂടി നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ഭീകരരെ ഈ ഭൂമുഖത്ത് നിന്ന് മായ്ച്ചു കളഞ്ഞു. നെറ്റിയിലെ സിന്ദൂരം അവർ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മായ്ക്കുന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ചെയ്തതെങ്കിൽ അതേ ഭീകരരെ, ആ ഭീകരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളെ, അതിൻ്റെ തലപ്പത്തുള്ളവരെ അവരുടെ നാട്ടിൽ ചെന്ന് ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ മായ്ച്ചു കളയാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് ആലങ്കാരികമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെയും ആ രാഷ്ട്രത്തിലെ മൊത്തം ജനതയുടെയും ഇച്ഛയെയും അഭിലാഷത്തെയും സാധൂകരിച്ചുകൊണ്ട് ആയുധമുപയോഗിച്ചുകൊണ്ട് ആ കർത്തവ്യം നിറവേറ്റിയ സൈനികരുടെ ധീരതയെ നാം നമിക്കേണ്ടതുണ്ട് എന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് ഓർമ്മിപ്പിച്ചു. നമ്മളുടെ സഹോദരിമാർ, നമ്മളുടെ പുത്രിമാർ, നമ്മളുടെ പ്രജകളുടെ പത്നിമാർ അവരുടെ സിന്ദൂരം മായ്ച്ചതിൻ്റെ ഫലം എന്താണ് എന്ന് ഭീകരർ അറിഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിന്ദൂരം എന്ന വാക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള രീതിയിൽ ശീർഷകം നൽകിക്കൊണ്ട് ആ സിന്ദൂറിൻ്റെ 2 O എന്നുള്ളത് ഒരു പക്ഷേ ഒരു സിന്ദൂരത്തിൻ്റെ വൃത്തമുദ്ര മാത്രമല്ല, അത് വെടിയുണ്ടകളുടെ തുളകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരയായിട്ടും ഒരു മുദ്ര പോലെ വന്നിരുന്നു. അങ്ങനെ നെറ്റിയിൽ നിന്ന് സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ആ ഭീകരരെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ മായ്ച്ചു കളയുന്നു. അങ്ങനെ നെറ്റിയിലെ സിന്ദൂരം മായ്ക്കുക, അത് ചെയ്തവരെ ഈ ഭൂമുഖത്ത് നിന്ന് മായ്ച്ചു കളയുക എന്നുള്ള ഒരു പക്ഷേ കാവ്യാത്മകമായിട്ടുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി അതേ സമയത്ത് തന്നെ ഗൗരവത്തോടുകൂടി സൂചിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള സംഭാഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ കാവ്യാത്മകമായിട്ടുള്ള പ്രയോഗങ്ങൾ നിരന്തരം ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചലച്ചിത്രകാരന്മാരുടെ ചലച്ചിത്രങ്ങളെക്കുറിച്ചുള്ള സൂചിപ്പിക്കുന്ന സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ഈ സംഭാഷണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നതുകൊണ്ട് ആത്യന്തികമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു പ്രയോഗം നടത്തിയതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ മനസാക്ഷിയുടെ താല്പര്യത്തിനൊപ്പം നിൽക്കാൻ നമ്മളുടെ സൈന്യത്തിന് പ്രാപ്തമായതുകൊണ്ട് ആ സൈന്യത്തിന് വലിയ ഒരു നമസ്കാരം നൽകുന്നു എന്ന് പറയുകയും ഭീകരതയുടെ സർവകലാശാലകളായിട്ട് നിലകൊള്ളുന്ന പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെയും അതിനൊത്താശ ചെയ്യുന്ന ഭരണകൂടത്തെയും പട്ടാളക്കാരെയും ഒരേ സമയത്ത് തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ടെററിസം എന്ന വാക്ക് പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭീകരതയെ അതിൻ്റെ ആസ്ഥാനത്ത് ചെന്ന്, പുലിയെ അതിൻ്റെ മടയിൽ ചെന്ന് നേരിടുന്നത് പോലെ ഭീകരതയുടെ സർവകലാശാലകളായിട്ടിരിക്കുന്ന അതിൻ്റെ ആസ്ഥാന കേന്ദ്രങ്ങളിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യവും മനസാക്ഷിയും എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൃത്യമായിട്ട് നിറവേറ്റി സുരക്ഷിതമായിട്ട് മടങ്ങാൻ കഴിഞ്ഞ സൈന്യത്തെയാണ് നാം ഏറ്റവും അധികം ആദരിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ അഭിസംബോധന പൂർണ്ണമാക്കിയിരിക്കുന്നത്. ദീപ്തി, ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു അഭിസംബോധന തത്സമയം കണ്ടപ്പോൾ ദീപ്തിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ബനീഷ്, ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഈ സ്ത്രീകൾക്ക്, രാജ്യത്തെ അമ്മമാർക്കും സ്ത്രീകൾക്കുമായി സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ വിജയം അമ്മമാർക്കും സ്ത്രീകൾക്കുമായി സമർപ്പിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചത്. ഈ ഒരു പ്രസംഗത്തിലൂടെ നരേന്ദ്രമോദി ഈ ഒരു സൈന്യത്തെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ പാക് ഭീകരവാദത്തെ ഓർമ്മിപ്പിച്ച വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്നും അദ്ദേഹം ഒരു താക്കീത് എന്ന രീതിയിലാണ് പാകിസ്ഥാനോട് താക്കീത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. വെള്ളവും താക്കീത് എന്ന് പറയുമ്പോൾ തന്നെ ആ താക്കീതിനെ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള താക്കീതിൻ്റെ ഭാഷയിലുള്ള കൃത്യമായ തിരിച്ചടി ഭീകരർക്ക് നൽകി എന്നാണ്. പാകിസ്ഥാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലാത്ത, പാകിസ്ഥാൻ ഒരിക്കലും ആശങ്കപ്പെട്ടിരുന്നില്ലാത്ത അത്രയും കനത്ത പ്രഹരമേൽപ്പിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അടക്കം വന്നത്. അദ്ദേഹം അത് നേരിട്ട് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ ഒരു സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത്. അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ശക്തമായ തിരിച്ചടി ഭീകരർക്ക് നൽകാൻ നമ്മൾക്ക് കഴിഞ്ഞു. അവരെ അവരുടെ മണ്ണിൽ വെച്ച് തന്നെ തകർക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ രാത്രിയിലെ ഈ അഭിസംബോധനയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്ന ചോദ്യങ്ങൾ, പഹൽഗാമിൽ നമ്മളുടെ അതിർത്തി ഭേദിച്ച് ഇവിടേക്ക് വന്ന് നമ്മളുടെ പ്രജകളുടെ കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് കൊലപാതകം നടത്തി സുരക്ഷിതമായിട്ട് അവർ തിരിച്ചുപോയി. അവരെങ്ങനെ ഇവിടേക്ക് വന്നു? അവരെന്തുകൊണ്ടത് ചെയ്തു? അതിനുശേഷം അവരവിടേക്ക് മടങ്ങി. അവർ നമ്മുടെ രാജ്യത്തിന് തുടരുന്നുണ്ടോ? അതോ പാകിസ്ഥാനിൽ തന്നെയാണോ? മറ്റേതെങ്കിലും രാജ്യത്താണോ? ആ ചോദ്യങ്ങളുടെ ഉത്തരമില്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മാത്രം പറയുന്നതിലെ യുക്തി എന്ത് എന്നുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങൾക്ക് പരോക്ഷമായിട്ടുള്ള ഉത്തരം ഇന്ന് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു. ഭീകരതയുടെ സർവകലാശാലകളുടെ ആസ്ഥാനത്ത് ചെന്നുകൊണ്ട് ആ ഭീകരതയുടെ വക്താക്കളെയും നടത്തിപ്പുകാരെയും ഈ ഭൂമുഖത്ത് നിന്ന് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ കൃത്യമായിട്ട് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഒരു രാജ്യം, അഖണ്ഡമായിട്ടുള്ളൊരു രാജ്യം എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയാതെ പറയുക മാത്രമല്ല, പറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഭീകരർ പാകിസ്ഥാനിൽ പരസ്യമായിട്ട് വിഹരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ അവിടെ പരസ്യമായിട്ട് വിഹരിക്കുകയും നമ്മളുടെ സ്കൂളുകളെയും സർവകലാശാലകളെയും അടക്കമുള്ള ഇടങ്ങളെ ലക്ഷ്യമിട്ടു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, വിദ്യാലയങ്ങൾ മാത്രമല്ല, ആരാധനാലയങ്ങളുടെ കാര്യവും എടുത്തു ഉണ്ടായി പ്രധാനമന്ത്രി. ഗുരുദ്വാരകൾ അടക്കമുള്ള കാര്യങ്ങൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, വീടുകൾ അടക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളെയും പാകിസ്ഥാനിലെ സൈനികരും ഭീകരരും ലക്ഷ്യമിട്ടു എന്നുള്ള രീതിയിൽ ഭീകരരെക്കുറിച്ചാണ് കൂടുതലും പറയുന്നത്. അങ്ങനെ ഭീകരരെക്കുറിച്ച് കൂടുതൽ പറയുമ്പോഴും ആ ഭീകരരോട് സമവായം പുലർത്തുകയും അവരോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ സൈന്യത്തെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ അവർ ഇങ്ങോട്ട് എന്തൊക്കെ ലക്ഷ്യം വെച്ച് ഇവിടേക്ക് ഡ്രോണുകൾ അയച്ചോ, ഇവിടേക്ക് മിസൈലുകൾ അയച്ചോ, അതിനെയെല്ലാം ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കുകയും ഭസ്മമാക്കി മാറ്റുകയും ചെയ്തു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ആ
അഭിസംബോധന തുടർന്നിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാൻ നമ്മൾക്ക് കഴിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നു. പാക് വായുസേനയുടെ എയർബേസുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞു. വെറും 3 ദിവസം കൊണ്ട് 3 വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. വെറും 3 ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു. 3 ദിവസം കൊണ്ട് പാകിസ്ഥാനെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ 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 എന്ന് രക്ഷാമാർഗത്തിനായിട്ട് യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കുക, ഞങ്ങൾക്ക് ഇനി ജീവിതം വേണം, അതുകൊണ്ട് ഒന്ന് സ്വസ്ഥമാക്കി തരിക, ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം ഇതാ തുടർന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്ക് നേരിടാൻ കഴിയുന്നില്ല, പ്രശ്നപരിഹാരത്തിനായിട്ട് ലോകത്തിനോട് അഭ്യർത്ഥിക്കേണ്ടി വന്നു, യാചിക്കേണ്ടി വന്നു പാകിസ്ഥാന് എന്നുള്ള നിലയ്ക്കാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ഭീകരതയ്ക്കും എതിരെ നാം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി ഈ അഭിസംബോധനയിൽ. ഈ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമുള്ള ഒരു കാലഘട്ടത്താണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രത്യാക്രമണ സംഘർഷം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഐക്യമാണ് എന്ന് പറയുന്നത് ആണ്. അതുകൊണ്ട് ഈ സമയം യുദ്ധത്തിൻ്റേതല്ല, ഈ സമയം ഭീകരവാദത്തിൻ്റേതല്ല, ഈ സമയം നമ്മളുടെ ഐക്യപ്പെടലിൻ്റെ സമയമാണ് എന്ന് മാത്രമല്ല, ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി അത് അവസാനിപ്പിച്ച നിമിഷം വരെയുള്ള ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത് യുദ്ധരംഗത്ത് നമ്മുടെ രാഷ്ട്രത്തിനുള്ള സമഗ്രാധിപത്യം എന്താണ് എന്ന് പാകിസ്ഥാന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒന്നായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ അഭിമാനകരമായ കാര്യം പറയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയുടെ അവസാന ഭാഗത്ത് ബുദ്ധപൂർണിമയെക്കുറിച്ച് പറയുന്നത്. ഓർക്കുക, പൊക്രാനിൽ ആണവ സ്ഫോടനം ഇന്ത്യ നടത്തിയപ്പോൾ അന്ന് അതിന് ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ള പേര് ഉപയോഗിക്കുകയുണ്ടായി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ബുദ്ധനെ മറ്റൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നു. ആ ബുദ്ധപൂർണിമയെ ഉപയോഗിക്കുന്നത് ബുദ്ധൻ്റെ മുഖം എപ്പോഴും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പുഞ്ചിരി നിറഞ്ഞ ഒന്നാണ്. പക്ഷേ ആ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ശക്തി ഉപയോഗിക്കേണ്ടി വരുന്നു, കരുത്തുപയോഗിക്കേണ്ടി വരുന്നു. പരോക്ഷമായി പറഞ്ഞാൽ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ സമാധാനവും ശാന്തിയും സാധ്യമാവുകയുള്ളൂ എന്ന് വന്നാൽ അത് തന്നെയാണ് വേണ്ടത് എന്നുള്ള സൂചന പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിരിക്കുന്നു. പാക് അധീന കശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യാമെങ്കിൽ മാത്രം തയ്യാർ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അല്ലാതെ തീവ്രവാദത്തിനെതിരെ ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരു പക്ഷേ പ്രധാനമന്ത്രി കൃത്യമായിട്ട് കാവ്യാത്മകമായിട്ട് അതിനെ പറഞ്ഞിരിക്കുന്നത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ള മുന്നറിയിപ്പോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇത് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല, ഇതിനൊരു തുടർച്ചയുണ്ടാവും, കയ്യും കെട്ടി നിൽക്കുമെന്ന് കരുതേണ്ടതില്ല. ഒരു ഭാഗത്ത് ഭീകരപ്രവർത്തനവും മറുഭാഗത്ത് ചർച്ചയും എന്നുള്ള നിലയ്ക്കാണെങ്കിൽ ആ ചർച്ച വിലപ്പോവില്ല. ആദ്യം ഭീകരപ്രവർത്തനം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക, അതിനുശേഷം ചർച്ച എന്ന് പറയുന്നതിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അടക്കമുള്ള ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കളയാമെന്ന് വിചാരിക്കുന്നവർക്കുള്ള പ്രത്യക്ഷമായിട്ടുള്ള താക്കീതും ഒരു പക്ഷേ നൽകിയിരിക്കുന്നു എന്നും പറയേണ്ടി വരും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാത്രി 8 അഭിസംബോധനയ്ക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനിൽ ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ കയറി ഇന്ത്യ മറുപടി നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഭീകരരുടെ സ്വപ്നത്തിൽ പോലും കരുതാത്ത രീതിയിലുള്ള ആക്രമണമാണ്, ഭീകരരുടെ സ്വപ്നത്തിൽ പോലും ഇത്തരം ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയൊരു ചർച്ചയുണ്ടാവുകയാണെങ്കിൽ അത് പാക് അധീന കശ്മീരിനെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നീതി നടപ്പാക്കിയിരിക്കുന്നു. ആ കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ കേന്ദ്രങ്ങൾ ഭാരതം ഭസ്മമാക്കി കളഞ്ഞുവെന്നും ഭീകരതയുടെ യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യ ഇല്ലാതാക്കിയതുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരതയ്ക്ക് അവരുടെ ഭൂമുഖത്ത് നിന്ന് തന്നെ മായ്ച്ചു കളയുകയാണ് നമ്മൾ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇന്ത്യ തകർത്തിട്ടുണ്ട്. വായുസേന പാകിസ്ഥാന്റെ എയർ ബേസുകൾ തകർത്തു. പാകിസ്ഥാൻ ഭയന്ന് ലോകം മുഴുവൻ ലക്ഷ്യം തേടിയെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ ജാഗ്രത തുടരുകയാണെന്നും എല്ലാ സേനകളും ജാഗ്രതയിലാണ്, ഒന്നിനും പൂർണ്ണ വിരാമമായെന്ന് കരുതരുതെന്നും ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്നും ബ്ലാക്ക് മെയിലിംഗ് ഇന്ത്യയിൽ ചെലവാകില്ല എന്നും അദ്ദേഹം ഒരു താക്കീത് എന്ന രീതിയിൽ തന്നെയാണ്
ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം പറഞ്ഞത്. ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഈ വിജയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അമ്മമാർക്കും പെൺകുട്ടികൾക്കും സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിജയം അമ്മമാർക്കും പെൺകുട്ടികൾക്കും അവരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞതിനുള്ള പ്രതികാര നടപടി എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടക്കം തന്നെ പറഞ്ഞത്. ഈ സൈനികരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഈ അമ്മമാർക്കും പെൺകുട്ടികൾക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. MS മനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇനി വിദേശ പഠനം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി JNA ബിസിനസ് ഗ്രൂപ്പ്.